സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ GTA 5 ഫസ്റ്റ് മിഷനാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനും ലെമാറും ഇപ്പോൾ നമ്മുടെ സിമിയോൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമിയോൻ്റെ രണ്ട് വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. വൈറ്റ് ഓടിയുണ്ട്, അതേപോലെ തന്നെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഓടിയിലാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ ലെമാർ ഇതേ ചുവപ്പ് കാറി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്നൊരു റേസ് ആയിട്ടാണിതേ അവൻ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ ക്രോസ് ചെയ്തേ പറ്റൂ. നമുക്ക് റേഡിയോ ഒക്കെ ഓഫ് ചെയ്യണം ഗൈസ്. ഈ വണ്ടിയിൽ കുറച്ച് പാട്ട് യോ ഗൈസ് ആദ്യം തന്നെ ഇടിച്ച്. സോ കുഴപ്പമില്ല, നമ്മളുടെ റേഡിയോ കാരണം നമ്മുടെ വണ്ടി ആദ്യമായിട്ട് ഇടിച്ചു. കുഴപ്പമില്ല, ഇനി കാണാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ പൂരം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് GTA 5 ഫസ്റ്റ് മിഷൻ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇതിൽ വണ്ടി അവിടെ ഇവിടെ ഒക്കെ ഇടിച്ചാകെ പണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ക്യാപ്സ് ലോക്ക് അമർത്താൻ പറയുന്നത്. ഗായ്സ് ക്യാപ്സ് ലോക്ക് ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് എൻ്റെ വണ്ടി മാത്രം കുറച്ച് സ്ലോ ആയിട്ട് ഓടും, ബാക്കിയുള്ളവരത് എന്നെക്കാട്ടിലും സ്ലോ ആയിട്ടാണ് ഓടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെമാറിനെ ഒന്ന് ക്രോസ് ചെയ്തേക്കാം. എൻ്റെ പൊന്നോ, ഇത് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇറങ്ങുമ്പോൾ ശരിയാക്കായിരുന്നു. സോ ഇനി അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവൻ്റെ മുന്നിൽ ചാടിക്കറന്നാൽ ഇവൻ എന്തായാലും എനിക്ക് പണി കിട്ടും. അതെന്താണെന്ന് എനിക്ക് നല്ലോണം ഉറപ്പാണ്. ഇവൻ്റെ വണ്ടി വെച്ചിട്ടേ എന്തൊക്കെ സ്കില്ലാണ് കാട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ ഗൈസ്, ഇപ്പോൾ തന്നെ അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അവനാണ് ഇപ്പം എന്നെ ഇവിടെ കുടുക്കിയത്. ഇനി എൻ്റെ വണ്ടി ഇടിയായിരിക്കും. അവസാനം എൻ്റെ വണ്ടിക്ക് ചില്ലും ഉണ്ടാവില്ല, ഗ്ലാസ്സും ഉണ്ടാവില്ല, ടയറും ഉണ്ടാവില്ല. ഇതായിരിക്കും അവസാനം കാണാൻ പോകുന്നത് ഗൈസ്. അവൻ ആ പോക്കറ്റ് റോഡ് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ ക്യാപ്സ് ലോക്ക് അമർത്തിയിട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ പണി കിട്ടും ഉറപ്പാണ്. എന്തായാലും അവനെ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു പണി ചെയ്യേണ്ടി വരും ഗൈസ്. ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു മിഷനിൽ ഫെയിലാവും. കാരണം അവൻ്റെ വണ്ടി ഒടുക്കത്തെ സ്പീഡാണ്. ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടിക്ക് 3/4 ഭാഗം പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 ഡോറും കൂടി ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം വേണ്ട, ഇവൻ ഏത് സൈഡ് കൊണ്ടാണ് ഉന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഷോടാ, അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നവൻ ഗൈസ്? അത് ചീറ്റിംഗ് ആണ് ഗൈസ്. എന്തായാലും അവൻ കിട്ടിയൊരു പണി. അതാരായിരുന്നു? സീനില്ല, നമുക്ക് എന്തായാലും ഇപ്പോൾ വേഗം പോകാം. എൻ്റെ അളിയ ഇവിടെ കുറേ ഓരോ സംഭവങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഈ റോഡ് കയറിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതേ പോകുന്നവൻ ഗൈസ്. ഇവിടുന്ന് തന്നെ നമുക്ക് ക്യാപ്സ് ലോക്ക് അമർത്തണം. യെസ്, ഓക്കെ, ഇവിടുന്ന് വേണ്ട, നമുക്ക് കുറച്ചുകൂടി എത്തിയിട്ട് മതി. പക്ഷെ എനിക്കറിയാത്തത് അതല്ല, ഇത്രയും ഞാനിവിടെ വന്ന് ഇടിക്കാനും അതുപോലെ പല പരിപാടിയും ചെയ്ത് നോക്കി. ഇവൻ ഇതുപോലെ കുറേ സ്ഥലത്തൊക്കെ ഇടിച്ചിട്ടുണ്ട്, പക്ഷെ ഇവൻ്റെ വണ്ടിക്ക് ഒരു ഡാമേജ് ഞാൻ കണ്ടിട്ടില്ല. സ്ലോ മോഷൻ ഇട്ടിട്ട് വരെ അവനക്ക് നല്ലോണം സ്കില്ലുണ്ട്. ആ ഒരു വണ്ടി അവൻ അതിൽ ഇടിച്ചില്ല. പക്ഷെ എൻ്റെ പൊന്നു, ഞാനത് അവനെ ഇടിക്കുമെന്ന് വിചാരിച്ച്, പക്ഷെ ഞാനാണ് ഇടിച്ചത് ആ വണ്ടിമേ. സോ കുഴപ്പമില്ല. എൻ്റെ അളിയ ഗൈസ്, എൻ്റെ വണ്ടി പറക്കാനൊക്കെ പഠിച്ച്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വലിയ വളവ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ ക്യാപ്സ് ലോക്ക് ഇടണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉറപ്പായിട്ടും എൻ്റെ മുന്നിൽ വട്ടമിട്ട് ചാടും. കണ്ട ഇവനൊക്കെ എൻ്റെ മുന്നിൽ വട്ടമിട്ട് വന്നവനാണ്. സോ നമുക്ക് ഇവനെ ക്രോസ് ചെയ്ത് പോയേക്കാം. ബൈ ലെമാർ. ഒയ്യോ ഗൈസ്, ഈ ലെമാർ ഇപ്പോൾ കളിക്കുന്നത് റേസല്ല, ചീറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഇവൻ എന്ത് പണിയാണ് കാട്ടുന്ന നോക്കിയേ. കുറേ വട്ടമായി ഇപ്പോൾ ഇവൻ ഈ ഇടിക്കൽ തുടങ്ങിയിട്ട്. ഞാൻ എപ്പോൾ ക്യാപ്സ് ലോക്ക് അമർത്തി സ്ലോ മോഷൻ ഇട്ട് അവൻ്റെ മുന്നിൽ ചാടാൻ ശ്രമിച്ചാലും അവൻ വന്ന് ഇടിക്കുകയാണ്. എന്ത് കൂളായിട്ട് അവൻ പോയി നോക്കിയേ ഗൈസ്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പോലും ഇല്ല, എൻ്റെ ബമ്പർ വരെ തെറിച്ച് പോയി. ഇല്ല, ബമ്പർ ഇല്ല. അവനവിടെ ഇതേ പോകുന്നവൻ ഗൈസ്. ഈ വണ്ടിക്കാരാണ് എല്ലാം സീൻ. കണ്ടോ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിലേക്ക് വട്ടമിട്ട് ചാടുന്നവനാണ്. ഇനിയും കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടുന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സീൻ വരാൻ ചാൻസ്. കാരണം ഇവിടുന്നാണ് നമ്മുടെ ട്രാക്ക് മാറിയിട്ട് പോവേണ്ട സ്ഥലം. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഒരു വണ്ടി. ഗൈസ്, എൻ്റെ അളിയ, അവൻ പോയാൽ നമ്മുടെ മിഷൻ ഫെയിലാവും. ഒയ്യോ ഗൈസ്, ഇതെന്തിടാ ഗൈസ്? ഗൈസ്, ഇവിടെ ആകെ സീനാണല്ലോ. ഓക്കെ, ഇവിടെ എച്ചിനൊക്കെ ഹെഡ്ലൈറ്റ് ഓണാക്കാൻ. എൻ്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം പോയതാണ്. ഗൈസ്, ഈ കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എങ്ങനെ ഓരോ വണ്ടി എൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നത്. അവനൊക്കെ കൂളായിട്ടാണ് പോകുന്നത്. പോയി അവൻ മാപ്പിൽ നോക്കി, അവൻ എൻ്റെ എത്രയോ മുന്നിലാണ് ഗൈസ്. ഞാൻ ഇവിടുന്ന് ക്യാപ്സ് ലോക്ക് അമർത്തിയിട്ടുണ്ട്. എൻ്റെ മുന്നിലേക്ക് ചാടാൻ വന്ന വണ്ടിയാണ് കാണുന്നു. അല്ലെങ്കിൽ അവൻ എന്തിനാ അങ്ങനെ വരുന്നത്? കണ്ടോ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിലേക്ക് ചാടാനാണ്. സോ ഗൈസ്, നമ്മുടെ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ടണൽ അപ്പുറം കടന്നാൽ കംപ്ലീറ്റ് ആയി. അവൻ്റെ വണ്ടിക്ക് ഇടിച്ചിട്ട് ഒരു പണിയും പറ്റിയിട്ടില്ല. ഓക്കെ ലെമാറേ, ഇത്തവണത്തെ റേസിന് മാത്രം നീ ജയിച്ച്. കഴിഞ്ഞ വട്ടം റേസിനൊന്നും
നീ ജയിച്ചിട്ടില്ലല്ലോ, എപ്പോഴും ഞാനാ ജയിക്കാറ്, ഇപ്പൊ മാത്രം നീ ജയിച്ച്. നിന്റെ വണ്ടിയുടെ കണ്ടീഷൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സിമിയോന്റെ നീ മേടിച്ച് കൂട്ടിക്കോ. എന്തിന്? നമ്മളങ്ങനെ സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലേ. പറഞ്ഞു നിൽക്കാൻ ടൈമില്ല, പോലീസ് വന്ന് വേഗമാണെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഞാൻ എന്തായാലും പോവാണ്. നിന്റെ വണ്ടിയുടെ കണ്ടീഷൻ വെച്ച് എനിക്കൊന്നും പറയാല്ല. എടാ ഗൈസ്, ദാണ്ടെ പോലീസ് വന്നു. ഒയ്യോ, ഓ ഗൈസ്, എൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ പുറത്ത് കൊണ്ട്. സോ കുഴപ്പമില്ല, നമുക്ക് പോകാം. ദേ ലെമാർ പോയി ഏട്ടാ. ശെൻ്റളി, അവനെ മാപ്പിൽ പോലും കാണുന്നില്ല. അവരെവിടെ? ഗൈസ്, ലെമാർ ഇവിടുന്ന് മുങ്ങിയെന്ന് തോന്നുന്നു. ഗൈസ്, അവൻ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടാവും. നമുക്കൊരു ഹിഡൻ സ്പോട്ടിൽ പോയിട്ട് ഒളിച്ച് നിൽക്കണം. അല്ലെങ്കിൽ ഈ പോലീസ് എൻ്റെ പുറകിൽ നിന്ന് വിട്ട് പിരിയുന്ന ടൈം ഉണ്ടാവില്ല കേട്ടോ. അതെ, ഓരോ വണ്ടി ഇവിടെ സിഗ്നലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴും റോങ് ആയിട്ടാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് പോലീസ്. ഓ ലെമാറല്ല. ഓ എൻ്റെ പൊന്നു ഗൈസ്, ആ ബ്ലാക്ക് കാർ ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ ഈ ഒരു ഹിഡൻ സ്പോട്ട് ഈ ഒരു വഴിക്കാണ്. ഇതിൽ കൂടെ പോയാലാണ് നമ്മുടെ ഹിഡൻ സ്പോട്ട് എത്തുക. ഈ ഒരു പോക്കറ്റ് റോഡിന് ചെറുതായിട്ട് കയറിപ്പോയാൽ മതി. ഓക്കെ, ഇവിടുന്ന് എനിക്കങ്ങനെ പോലീസ് വരില്ല എന്നാണ് ഒരു ഉറപ്പ് ഞാൻ വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നാൽ ഞാൻ ആളാവില്ല ഗൈസ്. ഓക്കെ, ഇതേ പോലീസൊക്കെ ബാക്കിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, അവർ ആ വഴിയാണ് പോകുന്നത്. ഈ വഴി എന്തായാലും അവർ കയറാൻ ചാൻസ് ഇല്ല. ഇതേ നമ്മുടെ സ്റ്റാർ മിന്നി കത്തി തുടങ്ങി. എന്നാലും പോലീസ് ഇപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ റേഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പാട്ടിൻ്റെ ആവശ്യമില്ല. പോലീസിൻ്റെ സൗണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നതാണ്. ഓ ഗൈസ്, പോലീസ് എന്താ പോവാത്തേ? ഗൈസ്, പോലീസ് പോയാൽ എൻ്റെ മാപ്പിൽ നിന്ന് എല്ലാ പോലീസിൻ്റെയും ഐക്കൺസ് പോകുന്നതാണ്. ഓ ഗൈസ്, പോലീസ് എല്ലാം പോയി. അപ്പോൾ ടേക്ക് ദ കാർ ബാക്ക് ടു ഡീലർഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിമിയോൻ്റെ അയ്യോ ഗൈസ്, ലെമാർ അവിടെ പോയി പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും പെട്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ പോയാൽ എന്താണെന്ന് വെച്ചാൽ ഇത് സിമിയോൻ്റെ പുതിയ വണ്ടിയാണ്. പുതിയ 2 വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ റേസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും എനിക്കൊരു ചീത്ത കേൾക്കാൻ ചാൻസ് കൂടുതലാണ് ഗായ്സ്. എൻ്റെ അളിയതാ നിൽക്കുന്നത് നമ്മുടെ സിമിയോണ്. കടയിലുണ്ടാകും, അവനില്ലെങ്കിൽ ഞാൻ ആ വണ്ടി അവിടെ ഇട്ട് പോരും. ഇതാണ് നമ്മുടെ സിമിയോൻ്റെ കട കേട്ടോ. അപ്പോൾ സിമിയോൻ ബാക്ക് സൈഡിൽ സർവീസും ഫ്രണ്ട് ഭാഗത്ത് സെയിലും ആണ് നടത്തുന്നത്. പ്രീമിയം റിലാക്സ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമിയോൻ്റെ കട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ലെമാർ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓ, ഇവിടെ എന്തോ സീൻ നടക്കുന്ന കാര്യം എനിക്ക് കാണിച്ചു തരാൻ വന്നതാണ്. എന്നോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. ഇത് നമ്മുടെ മൈക്കിളിൻ്റെ മോൻ ജിമ്മിയാണ്. ഇവൻ എന്തിനിവിടെ വന്നു ഗൈസ്? എൻ്റെ പൊന്നോ, ഇവരെന്തോ സീനാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതേ അവർ ചോദിച്ചു നോക്കുന്നുണ്ട് ഗൈസ്. ജിമ്മി ഇവിടെ പറയുന്നത് ഇവൻ്റെ ഡാഡി ഇന്നലെ ഇവിടെ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ക്യാഷ് അടച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ സിമിയോൺ അത് വിശ്വസിക്കുന്നില്ല. അതാണ് ഇവരുടെ തല്ല് ഉണ്ടാവാനുള്ള പ്രശ്നം. അപ്പോൾ സത്യം പറഞ്ഞാൽ ജിമ്മിക്ക് 18 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാം. നമ്മുടെ സിമിയോൺ പറയുന്നത് ഈ വണ്ടി അവൻ എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ സിമിയോണെ, നിങ്ങൾക്ക് ഇന്നലെ മൈക്കിൾ പൈസ തന്നോ? ഓ, പൈസ തന്നു. അപ്പൊ ഇവൻ മൈക്കിളിന്റെ മോനാണ്. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? ഒരു പ്രൂഫും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു കുട്ടി വന്നാൽ ഞാൻ വണ്ടിയൊന്നും കൊടുക്കത്തില്ല. അതും ഇത് ഒരു 15 ലക്ഷത്തിന്റെ വണ്ടി ആയതുകൊണ്ടാണ്. വേഗമാണെങ്കിൽ ഇവിടുന്ന് മുങ്ങിക്കോതാ നല്ലത്. ഓക്കെ സിമിയോണെ, നിങ്ങൾ എന്താ ചോദിക്കോ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ ആ പുറത്തുള്ള ഒരു വണ്ടി എടുക്കുന്നുണ്ടേ. അത് നീ എടുത്തോ, അത് നിനക്ക് വേണ്ടി വെച്ചതാ. ഓക്കെ സിമിയോണെ. ഗൈസ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പുറത്തൊരു വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ പേര് നിങ്ങൾ കറക്റ്റ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയായിട്ടാണ് പോകുന്നത്. സോ ഇതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ലെമാറും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവനായിട്ട് ഇനി ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഗൈസ്, ഇതെനിക്ക് സിമിയോ ഫ്രീ ആയിട്ട് തന്നാണ്. നമുക്കിത് കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം, എവിടെയും ഗൈസ് അതൊന്നും സീനില്ല. നമുക്ക് ഈ വണ്ടി പഴയ പോലെ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിമിയോൻ്റെ കടയിൽ വന്ന് കൊണ്ടിട്ടാൽ മതി. സിമിയോൺ അത് ഫ്രീ ആയിട്ട് റെഡിയാക്കി തരും. സോ കുഴപ്പമില്ല, നമുക്ക് ബെന്നിയുടെ ഷോപ്പിലും കൊണ്ടുപോയിടാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിടാം. എവിടെ ഇട്ടാലും നമുക്കത് ഫ്രീ ആയിട്ട് റെഡിയാക്കി തരും. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അവരെല്ലാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വണ്ടി വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ വഴി മറന്നുപോയി. സോ ഇനി ഞാൻ ഇതെൻ്റെ വീടിൻ്റെ ഗ്യാരേജിൽ കൊണ്ടുപോയിടാണ്. ഈ ഒരു വണ്ടി ഞാൻ എൻ്റെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ടാൽ പിന്നെ ഈ ഒരു വണ്ടി എൻ്റേതാണ്. ഓക്കെ, അതാണ് ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതെന്തായാലും ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഓഫ് ചെയ്യട്ടെ. കുറച്ചെത്തിയ പാട്ട് പിന്നെ കേൾക്കാനൊരു മൂഡില്ല. സോ ഗൈസ്, അപ്പോൾ ഇനി ഇത് എൻ്റെ ഗ്യാരേജിൽ കൊണ്ടുപോയിടുകയാണ്. അയ്യോ, റിവേഴ്സ് കയറ്റിയിടണോ? വേണ്ട, റിവേഴ്സ് കയറ്റിയിടണ്ട, നമുക്ക് ഫ്രണ്ട് തന്നെ കയറ്റിയിടാം, അതാണ് നല്ലത്. ഓക്കെ, നമുക്കിതേ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ ഗ്യാരേജ്. വലിയ ഗ്യാരേജ് ഒന്നുമല്ല, ചെറിയൊരു ഗ്യാരേജ് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, എൻ്റെ പച്ച ബൈക്ക് കാണുന്നില്ല. ഞാൻ എന്തായാലും അത് നമ്മുടെ സിമിയോനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിമിയോൻ അത് കണ്ടുപിടിച്ചിട്ട് പറയുന്നതാണ്. നീ എന്തായാലും എൻ്റെ കൂടെ ആ ബൈക്ക് എടുക്കാനൊന്ന് വരണട്ടെ. ചാൻസ് എടാ എനിക്കൊന്നും വയ്യ, അല്ല ഇത് നീ റേസ് ഞാൻ കൊണ്ടുപോകും. എന്തൊരു കഷ്ടാടോ. നീ ഒന്നും പറയണ്ടടാ, ഞാൻ നിന്നെ കൊണ്ടുപോകും. ഒലക്ക ഇനി അവൻ്റെ പിന്നാലെ ഇന്നോ നാളെ ആയിട്ട് അതിന് പിന്നാലെ ആയിട്ട് പോകണം. ഈ ലമാറാണ് എല്ലാ സീനും എന്നെ വലിച്ചു കയറ്റുന്നത്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് TV രാവിലെ പോകുന്ന നേരത്ത്. നീ എന്താ ചാടി, എനിക്കൊന്നും അറിയണ്ട ഗൈസ്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. കുറച്ചേരം കടന്നുറങ്ങട്ടെ. എൻ്റെ ബുള്ളറ്റ് എൻ്റെ നെന്നിൽ കൂടെ കുത്തി കയറിയിട്ടുണ്ട്. ഇതെന്തായാലും ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് റിക്കവർ ചെയ്തേ ഇനി ശരിയാകത്തുള്ളൂ ഗൈസ്. കണ്ടാ ബുള്ളറ്റിൻ്റെ അടയാളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാരെൻ്റെ ഈ പുതിയ ഷർട്ട് ഇവിടെ കൊടുത്തിട്ട്? തോന്നിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിടല്ലേ എൻ്റെ ഷർട്ട്. എന്താ ഗൈസ്, എൻ്റെ കയ്യും കാലും വിറക്കുന്നു. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അതേ എൻ്റെ ബുള്ളറ്റ് കയറിയതിൻ്റെ വല്ലതും ആയിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മിഷൻ അങ്ങനെ പാസ്സായി ഇരിക്കുകയാണ്. സോ ഇനി നമ്മൾ മിഷൻ 2 ആയിട്ട് നാളെ വരുന്നതാണ്. നാളെ മറക്കാതെ രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. 8 മണി 7 മണിയുടെ ഇടയിലായിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയാണ്. അതിലേക്കും ബൈ.